ചങ്ങായിമാർ ഇറാനിലുണ്ടല്ലോ ഇത്ര വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഇന്ത്യയുടെ 2 കപ്പലുകൾക്ക് ഹോർമൂസ് കടലെടുക്ക വഴി ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയുള്ള ഇറാൻ അനുമതി കൊടുത്ത് ഒന്ന് ആലോചിക്കട്ടെ. ഇറാൻ എത്രമാത്രം നമ്മുടെ രാജ്യമായി ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ട് എന്നിട്ട് ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടുണ്ടല്ല. ഇതുവരെ ഒരു ചാണക സംഖ്യം കേരളത്തിൽ ഇരുന്നിട്ട് ഇറാനെ കുറ്റം പറയും, ഇസ്രായേലിനെ അമേരിക്കനെ അത്രമാത്രം സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരൊറ്റ സംഖ്യ പോലും ഇക്കാര്യത്തിൽ ഇറാന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല. എല്ലാ സംഖ്യകളും എന്താ പറഞ്ഞറിയാം, ഇത് ജീന്റെ കഴിവാണ്, ജീൻ എന്തോ വലിയ കഴിവാണെന്ന്. അതായത് ജീനുണ്ടല്ല ഇറാൻ പേടിച്ചിട്ടാണ് അതിലൂടെ വഴി കൊടുത്തതെന്ന് കുറെ സംഖ്യകൾ ഇങ്ങനെ അടിച്ചു വിടുന്നത്. എന്റെ ചാണക സംഖ്യകൾ ഇതുണ്ടല്ല ഇറാൻ ഇന്ത്യയും തമ്മിൽ പണ്ടേ ഉള്ള സ്നേഹബന്ധമില്ലേ, ആ സ്നേഹബന്ധത്തിന്റെ ഒറ്റ പേരിലാണ് ഇറാൻ ഉണ്ടല്ല നമ്മുടെ രാജ്യത്തെ കപ്പലുകൾക്ക് അതുവഴി വരാൻ വേണ്ടി അനുമതി നൽകിയത്. കാരണം ഇന്ത്യയുമായുള്ള സ്നേഹമുണ്ടല്ല, ഇന്ത്യയുമായുള്ള ബന്ധമുണ്ടല്ല ഇറാൻ അത്രമേൽ ഇഷ്ടപ്പെടുന്നുണ്ട്. വേറൊരു കാര്യം വെച്ചേക്കട്ടെ, നമ്മുടെ രാജ്യത്ത് വന്ന് ഇറാന്റെ കപ്പലുണ്ടല്ല തിരിച്ചു പോകുമ്പോൾ ട്രംപിന്റെ ടീം ആക്രമിച്ചിട്ട് പൊളിച്ചിട്ടുണ്ടല്ല നമ്മുടെ രാജ്യം എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ടാകും. അതുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമീനി കൊല്ലപ്പെട്ടിട്ട് അതിനുവേണ്ടി അവർക്ക് വേണ്ടി ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ടാകും. അതും പോട്ടെ, അമേരിക്ക ഉണ്ടല്ല ഇറാനിൽ സ്കൂളിൽ പോകുമ്പോട്ടിട്ട് 160 മേലെ കുട്ടികളെ കൊന്നപ്പം അതിനു വേണ്ടി നമ്മുടെ രാജ്യം എന്തെങ്കിലും ഒന്ന് മിണ്ടിയിട്ടുണ്ടാകും. ഒരക്ഷരം മിണ്ടാതെ ഒരാദരാഞ്ജലികൾ പോലും കൊടുക്കാതിരുന്നിട്ടും ഇറാൻ ഇപ്പോഴും നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഒന്ന് കണ്ടു നോക്കിയാട്ടെ. അതുണ്ടല്ലോ ഒരു ജീന്റെയും 56 ഇഞ്ചിന്റെ നെഞ്ചളവ് കണ്ടിട്ടൊന്നല്ല, ഇറാൻ അങ്ങനെയാണ്. ഇറാൻ എപ്പോഴും ഉണ്ടല്ല ഇന്ത്യയെ സ്നേഹിച്ചിരുന്നു, ഇറാൻ മാത്രമാണ് ഇന്ത്യയെ സ്നേഹിച്ചിരുന്നത്. അല്ലാതെ നിങ്ങൾ തള്ളുന്നത് പോലെ ട്രംപും തന്നെയാവുന്നുണ്ടല്ലോ ഒരിക്കൽ പോലും ഇന്ത്യനെ സ്നേഹിച്ചിട്ടില്ല. അവർ സ്നേഹിച്ചത് ഇന്ത്യയുടെ പണത്തെ മാത്രമായിരുന്നു, ഇന്ത്യയുടെ പണത്തെ മാത്രം. നേരെ മറിച്ച് ഇറാൻ സ്നേഹിച്ചത് ഇന്ത്യയുടെ പണത്തെയല്ല, ഇന്ത്യയായിരുന്നു. നിങ്ങൾ വേറൊരു കാര്യം കൂടി അറിയിക്കണം കേട്ടോ, ഇറാനുണ്ടല്ല ആ കടലെടുക്കണ്ടല്ല ഒരു മുസ്ലിം രാജ്യത്തിന് പോലും തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോഴാണ് നമ്മൾ ഇന്ത്യക്ക് തുറന്നു കൊടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് കണ്ടില്ല അതിന്റെ ഒരു വീഡിയോ കാണാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. ഇന്ത്യക്ക് ആശ്വാസ തീരുമാനമായി ഇറാൻ വരുന്നു. അതായത് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന 2 ഇന്ത്യൻ കപ്പലുകൾക്ക് ഇറാൻ അനുമതി നൽകിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ഇന്ത്യയെ സംബന്ധിച്ച് നിലവിലത്തെ സാഹചര്യമൊക്കെ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടാണല്ലോ കഴിഞ്ഞ മിനിറ്റുകളൊക്കെ എങ്ങനെയാണ് വാതകക്ഷാമം നമ്മളെ ബാധിക്കുന്നതെന്ന്. അപ്പോൾ അതിനൊക്കെ ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് കരുതുന്നു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബാലഗോപാൽ, 2 കപ്പലുകൾ അത് ഇന്ത്യയിലേക്ക് എത്തിച്ചേരാൻ എത്ര സമയം എടുക്കുന്നതാണ്? ഒപ്പം നമ്മൾ ഇറാന്റെ ഒരു നാവിക കപ്പലിന് കൃത്യമായ സുരക്ഷിതത്വം ഒരുക്കി കൊച്ചിയിൽ കിടക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയുള്ള എല്ലാ കപ്പലുകൾക്കും കൂടി ഈ ഒരു അനുമതി ബാധകമാകുമോ അടുത്ത ദിവസങ്ങളിൽ? ദിവിഷേ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസകരമായ കാര്യമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. നയതന്ത്ര തലത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ ഫലം കണ്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഹോർമൂസ് കടലെടുക്ക് വഴി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലേക്ക് ഇന്ത്യൻ കപ്പലുകൾ ഈ ഇന്ധനവും അതുപോലെ തന്നെ എണ്ണയും ഉൾപ്പെടെ കൊണ്ടുവരേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അത് ഉണ്ടായില്ല എങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഈ ടെലിഫോണിൽ ആശയവിനിമയം നടത്തിയിരുന്നത്. ഈ ചർച്ചകൾക്ക് ശേഷമാണ് ഇറാൻ ഇപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. പരിമൾ പുഷ്പക് എന്നീ 2 കപ്പലുകൾക്കാണ് ഇപ്പോൾ ഇറാൻ ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ വേണ്ടി അനുമതി നൽകിയിരിക്കുന്നത്. ഇത് എപ്പോൾ ഇന്ത്യയിൽ എത്തുമെന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ഒരു വിവരമില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയിലെയും അതുപോലെ തന്നെ യൂറോപ്പിലേക്കും ഇസ്രായേലിലേക്കുമുള്ള ചരക്ക് കപ്പലുകൾക്ക്, അതായത് എണ്ണ ഉൾപ്പെടെ കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് ഉള്ള വിലക്ക് തുടരുമ്പോഴാണ് ഇന്ത്യയുടെ 2 കപ്പലുകൾക്ക്, ഇന്ത്യയിലേക്ക് വരുന്ന പരിമൾ പുഷ്പക് എന്നീ 2 കപ്പലുകൾക്ക് ഇപ്പോൾ ഇറാൻ ഈ അനുമതി നൽകിയിരിക്കുന്നത്. നയതന്ത്ര തലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു വിജയവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാകുന്ന കാര്യമാണ്. കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക് ഹോർമൂസ് കടലിടുക്ക് വഴി കൊണ്ടുവരാൻ വേണ്ടി കഴിയുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന, അതായത് നമ്മളൊക്കെ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഈ പാചകവാതത്തിനും അതുപോലെ തന്നെ പെട്രോളിലേക്കും ഒക്കെ വരും ദിവസങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന പ്രതിസന്ധി ഒരു പരിധി വരെ തരണം ചെയ്യാൻ വേണ്ടി കഴിയുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. നോക്കട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വാർത്തകളും ഇല്ലേ, ആ വാർത്തകളൊക്കെ അടിയുണ്ടല്ല, സംഖ്യ ഉണ്ടല്ല, ജീന ഇങ്ങനെ പൊക്കി പറയുന്നുണ്ട്. കാരണമാണ്, ജീനെ പേടിച്ചിട്ടാണ് ഇറാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് ഇങ്ങനെ ജീനെ പൊക്കി പറയുന്നുണ്ട്. ഇറാൻ ആരെ പേടിക്കാനാണ് സംഖ്യകളെ? ഇറാനുണ്ടല്ല നിങ്ങളെ ട്രംപിനെ പോലും പേടിച്ചില്ല, പിന്നെയാണ് ജീനെ പേടിക്കുന്നത്. ഇന്ത്യയോടുള്ള സ്നേഹം മാത്രമാണ് ഇറാൻ അവിടെ കാണിച്ചിട്ടുള്ളത്. എന്നിട്ട് സംഖ്യകളെ നിങ്ങളൊരു അക്ഷർ ഇറാന് വേണ്ടി നന്ദി പറഞ്ഞില്ലെങ്കിലും ഇറാനെ നിന്ദിക്കല്ലട്ടാ, നിങ്ങൾ നിന്ദിക്കുകയേ ഉള്ളത് നമുക്കറിയാം. പക്ഷെ നിങ്ങളെ പോലെ എല്ലാ സംഖ്യകളെ ഇറാനുണ്ടല്ല ഇന്ത്യ എപ്പോഴും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, നേരെ മറിച്ച് ഇറാന്റെ സ്ഥലത്ത് അമേരിക്ക ആയിരുന്നെങ്കിൽ, നിങ്ങളെ ട്രംപ് ആയിരുന്നെങ്കിൽ അതുവഴി പോകാൻ കപ്പലിനല്ല, അതുവഴി ഒരു ഇന്ത്യയുടെ ഈച്ചേന പോകാൻ വേണ്ടി അമേരിക്ക വിടുമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇന്ത്യന്റെ മുകളിലുള്ള നികുതിന്റെ മുകളിൽ നികുതിയും, പിന്നെ ഇന്ത്യ എന്ത് സാധനം എവിടുന്ന് വാങ്ങണമെന്ന് ഇപ്പൊ ട്രംപ് പറയും. അതുപോലെ നമ്മൾ കേൾക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ ഇന്ത്യക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ടീമാണ് ട്രംപിന്റെ ടീം. അതുകൊണ്ട് സംഖ്യകളെ ഇന്ത്യക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നത്, ഇന്ത്യക്ക് എപ്പോഴും സ്നേഹിക്കാൻ പറ്റുന്നത് ഇറാനെ മാത്രമാണ്. പക്ഷെ സംഖ്യക്ക് എന്താണ്
ഇറാൻ ഒരു മുസ്ലിം രാജ്യമാണ്, ഇറാൻ ഉണ്ടല്ല അമേരിക്ക ഇസ്രായേൽ ആക്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ് സംഖ്യക്ക് ഇറാൻ ഇഷ്ടമില്ലാത്തത്. ഇറാൻ ഒരു മുസ്ലിം രാഷ്ട്രമായത് കൊണ്ട് മാത്രം, ആ ഒരു വൃത്തികെട്ട മനസ്സ് സംഖ്യക്കും ക്രിസ്ത്യക്കും ഉള്ളത് കൊണ്ട് മാത്രമാണ് അവരുണ്ടല്ല ഇപ്പൊ ഇസ്രായേലിനെ അമേരിക്കനെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ സംഖ്യകളെ കാത്തിരുന്നോ, നിങ്ങൾ സ്നേഹിക്കുന്ന ട്രംപും തന്നെ ഉണ്ടല്ല തിരിച്ച് നമ്മുടെ രാജ്യത്തിന് പണി തരുന്നത് നോക്കിയിരുന്നോ, അപ്പോഴും നമ്മൾ രക്ഷിക്കാൻ വേണ്ടി നമ്മളെ കൂടെ ഉണ്ടാവുക ഇറാൻ മാത്രമായിരിക്കും. അതായത് ഇറാൻ ഉണ്ടല്ല സ്വന്തം സുഹൃത്ത് രാജ്യത്തെ എന്തിന്റെ പേരിലായാലും, ഇനി ട്രംപ് അല്ല ട്രംപിന്റെ മുകളിലാൾ വന്ന് പേടിപ്പിച്ചാലും ഇറാൻ കൈവിടില്ല, സ്വന്തം സുഹൃത്തായ ഇന്ത്യയെ ഒരിക്കലും കൈവിടില്ല. ഒന്ന് ചിന്തിക്കേണ്ട നിങ്ങൾ, ഈ യുദ്ധം തുടങ്ങുന്നതിന് 2 ദിവസം മുന്നേ നമ്മളെ ജീടില്ല ഇസ്രായേലിൽ പോയിരുന്നു, അതിന്റെ 2ാമത്തെ ദിവസമാണ് ട്രംപും നെതന്യാഹും കൂടി ഇറാനെതിരെ യുദ്ധം തുടങ്ങിയത്. അതൊന്നും ഇറാൻ കാര്യമാക്കിയതേ ഇല്ല. പക്ഷെ നമ്മളെ കേരളത്തിലെ സംഖ്യക്കും ക്രിസംഖ്യക്കിട്ടില്ല ഇതുവരെ കഥയൊന്നും മനസ്സിലായിട്ടില്ല. അവരിപ്പോഴും ഉണ്ടല്ല ട്രംപിന്റെയും നെതന്യാഹിന്റെ ആട്ടമില്ല, ആട്ടം കണ്ടിട്ട് കൈയടിക്കുന്നു. ആ ആട്ടം ഉണ്ടല്ല നമ്മൾക്കെതിരെ ഇന്ത്യക്ക് കൂടി എതിരായിരിക്കുമെന്ന് ഇവരൊന്നും ഒരിക്കലും മനസ്സിലാക്കില്ല. കാരണം ഈ സംഖ്യക്കും ക്രിസംഖ്യക്കും ഉണ്ടല്ല എപ്പോഴും മാപ്പ് പറഞ്ഞും ഷൂ പോളിഷ് ചെയ്തും ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹം. അതുകൊണ്ട് അവരുണ്ടല്ല ആരുടെ കാൽക്കീഴിലായാലും അവിടെ സന്തോഷമായിട്ട് ജീവിച്ചോണ്ടേയിരിക്കും. ഒരിക്കൽ കൂടി ഉണ്ടല്ല നമ്മുടെ രാജ്യത്തെ ഈ ആപത്ത് ഘട്ടത്തിൽ കൈവിടാതെ കൂടെ നിന്ന നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തായ ഇറാനും പിന്നെ രക്ഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.